ഹേയ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം ഞങ്ങൾ ഇന്നത്തെ ടാസ്കുകൾ കുറേ ഉണ്ട്. ഞങ്ങൾക്കിന്ന് ഹെൽമെറ്റ് ശരിയാക്കാൻ പോകണം. എൻ്റെ ഹെൽമെറ്റിൻ്റെ മുകളിൽ കുറച്ച് ആട്ടമുണ്ട്. സോ കാറ്റടിക്കുമ്പോൾ അത് ഭയങ്കര ഷിവറിങ്ങാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ അത് ശരിയാക്കാൻ പോകണം. പിന്നെ വണ്ടി വാഷിന് കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞ് എന്തുവാ ടാസ്ക്? കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. പിന്നെ സ്റ്റിക്കർ ചെയ്യാനുണ്ട്. പിന്നെ അങ്ങനെ ചെറിയ ടാസ്കുകൾ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ വന്നിട്ട് പിന്നെ സൈറ്റ് സീയിങ്ങിന് ഇറങ്ങാൻ പ്ലാൻ ഉണ്ട്. അങ്ങനെ കുറച്ച് യാ. അപ്പൊ ഞങ്ങൾ ഓരോന്നായിട്ട് അത് എന്റെ ഹെൽമെറ്റ് ആണ്. അല്ല, സോറി, കിട്ടിയ. അപ്പൊ അപ്പൊ നമ്മള് ഇവിടുന്ന് റൂമിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നു. റൂം നല്ല കുളമായിട്ടിരിക്കുക. കഴുകിയ തുണി ഇട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ലഗേജ് എന്ന് പറയാൻ വേണ്ടിയിട്ടൊന്നും ഇല്ല. ആകെ 3 ടീഷർട്ടും 3 പാന്റും ആയിട്ടാ വീട്ടിൽ നിന്ന് ഇറങ്ങിയ 30 ദിവസത്തേക്ക്. പിന്നെ അത്യാവശ്യം ലൈക്ക് ഒട്ടും പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ മേടിക്കാമെന്നുള്ള പ്ലാനിലാണ് നിൽക്കുന്നത്. പക്ഷെ അത് തന്നെ ഒരു ലോഡുണ്ട്. ബൈക്കേ ഉള്ളൂ, നമ്മളെ 3 ബോക്സേ ഉള്ളൂ. നമ്മളപ്പോ അതനുസരിച്ചാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് ചുമ്മാ സിറ്റിയിലൂടെ ചെറിയ റൈഡ്സ്. ഞങ്ങൾ പോവുകയാണ്. എൻ്റെ ഒരു ബോക്സ്, കടലിൽ 2 ബോക്സ്. ഹായ് ബൈ ബൈ ടാറ്റ ഗുഡ് ബൈ ഗയാ. We are walking towards the lobby and ബൈക്കിൽ ഇപ്പോൾ ഫിറ്റ് ചെയ്യണം. ഇപ്പോൾ പോയി ബൈക്ക് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അവിടുന്ന് സ്ക്രൂ ലൂസായത്. സോ അത് ടൈറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പുറത്തെ ചേട്ടൻ എന്തോ പറഞ്ഞു? ഓക്കെ, പൈസ കൊടുക്കേണ്ട ഇവിടെ ഗമ്മിരിക്കുന്നു. പുള്ളിക്ക് കുറച്ചുകൂടെ ടെക്നിക്കൽ വൈസ് അറിയാം. സോ നല്ല മഴയാണ്. ഓക്കെ, താങ്ക് യു. വളരെ നല്ല ആൾക്കാരാണ് ഇപ്പോൾ എല്ലാവരും നല്ല ആൾക്കാരാണ്. നമ്മൾ അവിടെ നിന്ന് വന്നതിനെ കണ്ടിട്ട് എല്ലാവരും ഭയങ്കര സഹകരണം. മഴ കേട്ടോ, നമുക്ക് റെയിൻകോട്ട് എടുത്തല്ലേ. നമ്മൾ ഫുഡ് കഴിക്കാന്ന് വിചാരിച്ച് പിസ്സ ഹൗസിൽ. പസിക്കുതേ ബ്രഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, ലഞ്ചും കഴിക്കുന്നില്ല. സോ ബ്രഞ്ച്. ഹിന്ദി എണ്ണേ, ഹിന്ദി അറിയാവുന്ന ഒരാൾ കൂടെ ഉണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ട്. എന്നെയാണ് ഒറ്റയ്ക്ക് ഈ പട്ടണത്തിൽ കൊണ്ടുവന്നിടണം.
നമുക്ക് വശമില്ലാത്ത ഭാഷയായി പോയില്ല. ഹേ ഗൈസ്, ഞങ്ങൾ ബ്രഞ്ച് കഴിച്ചു. നല്ല സൂപ്പർ ബിരിയാണി, ചിക്കൻ ബിരിയാണി. ആൻഡ് ദ ടീ വാസ്, ഓ മൈ ഗോഡ്, സൂപ്പർ. വഴി കണ്ട അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. ആരെങ്കിലും കാണുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാം, വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ. സോ ഇനി നമ്മൾ അടുത്തത് കേട്ടോ, ബൈക്ക് വാഷ് ബൈക്ക് വാഷ് ചെയ്യണം. അത് കഴിഞ്ഞ് സ്റ്റിക്കർ ചെയ്യാൻ പോകണം. ഒരു മൈക്ക് പറ്റുമെങ്കിൽ മേടിക്കണം കേട്ടോ. പക്ഷേ നമുക്ക് അതും കൂടെ ഒന്ന് നോക്കണം. ഇന്നത്തെ ടാസ്കുകൾ അപ്പം ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ പോകാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ നിന്നൊക്കെ കുറേ സ്റ്റോറുകളുണ്ട് കേട്ടോ, പിസ്ത ഹൗസിൻ്റെ കുറേ ഉണ്ട്. ലൊക്കേഷൻ നോക്കുന്നത് ബൈക്ക് വാഷ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. പക്ഷെ ഇവിടെ കാർ വാഷേ ഉള്ളൂ. വീണ്ടും ഗൂഗിൾ നമ്മളെ ചതിച്ചു. നമ്മൾ ഇവിടെ വാഷ് ചെയ്തിട്ട് ഇവിടെ സ്റ്റിക്കർ ചെയ്യാൻ കുറേ കടകളുണ്ട്. അപ്പോൾ അവിടെ ഒരു കട ഉണ്ട്, അത് കണ്ടിട്ട് കുറച്ച് എക്സിബിഷൻ ക്രാഫ്റ്റ് ഉണ്ട്. അവിടെ പോയി നമുക്ക് സ്റ്റിക്കർ ചെയ്യുന്നതിന് ചോദിച്ചു നോക്കാം. ഏതായാലും ഒരു ജൽസിലൂടെ ചെയ്താലേ അതേപോലെ ഇടാം. താങ്ക്സ് ടു ഉമേഷ് ചേട്ടൻ, ഇത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഹേയ്, ഫസ്റ്റ് മിഷൻ ബൈക്ക് വാഷ് ചെയ്യാൻ കയറ്റി. ഇവിടെ മൊത്തം ഇത് തന്നെ കേട്ടോ. ഈ ഒരു ഏരിയ മൊത്തം ബൈക്ക് റിപ്പയറിങ്, ബൈക്ക് സർവീസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ. ഇത് മൊത്തം ഫുൾ ഇത് തന്നെ. കൊള്ളാം. ഇത് ഞാൻ ആദ്യമായിട്ട് കാണിക്കും. ഞാൻ അടിയാണ്. നമ്മുടെ അവിടെ ഒക്കെ വലിയ ബോർഡ് പോലത്തെ സംഭവമാണ്. ഇങ്ങനെയാണോ ഇനി അവിടെ നിന്ന് എനിക്കറിയാൻ വയ്യ. ആ എഴുത്തറിൻ്റെ അവസ്ഥ നോക്കണേ. ഓശയം കൊണ്ടുവന്നതാ. എഴുത്തറിനെ കിടത്തി കുളിപ്പിക്കുന്നു. അബദ്ധത്തിലല്ല, മനഃപൂർവ്വ. കഴിയാറായി. നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റിക്കർ ചെയ്യാൻ പോണത്. ഫ്യൂഷൻ ക്രാഫ്റ്റ്. ഈ ചേട്ടൻ കൊള്ളാം. ഈ ചേട്ടൻ നൈസായിട്ടെല്ലാം ചെയ്യുന്നുണ്ട്. നീ അങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്നെ സോപ്പിടൊന്നും വേണ്ട. ഞാൻ പറയാൻ ഉദ്ദേശിച്ച സാധനം ചേട്ടൻ ആദ്യമേ ചെയ്തു. സോ ചേട്ടൻ്റെ പണി അറിയാം. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ചായയൊക്കെ തന്നു. വെരി കൈൻഡ് പീപ്പിൾ. പക്ഷെ ഇതിൻ്റെ സൈസാണ് ഞാൻ നോക്കുന്നത്. ചായക്കപ്പിൽ നോക്ക്. നമ്മുടെ കേരള ടു നേപ്പാൾ സ്റ്റിക്കർ അവിടെ അടിക്കുന്നു. ഇനി ഞങ്ങൾ വേറൊരു സാധനം കൂടെ ചെയ്യാൻ പറയായിരുന്നു. ഒരു മാപ്പ്, റൂട്ട് മാപ്പ്. അതായത് കേരള ടു ബാംഗ്ലൂർ ടു ഹൈദരാബാദ്, അങ്ങനെ റൂട്ട് മാപ്പ് ഉണ്ടാവും. നമ്മുടെ ഓരോ സ്റ്റോപ്പും അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇതിനകത്ത് പേപ്പർ ഇട്ട് കൊടുത്തിട്ട് പ്രിൻ്റ് ചെയ്ത് തരും. നമ്മുടെ ഒരു സെറ്റ് ഇതോ അവിടെ ചെയ്ത് കഴിഞ്ഞു. എല്ലാവർക്കും അറിയാം, പക്ഷെ നമ്മൾ ചെയ്യുന്നത് ആർക്കും അറിയത്തില്ലല്ലോ. ഏത് അറിയോ? അതാണ് നമ്മുടെ മാപ്പ്. ഇതേ പ്രിന്റ് ആവുന്നു. എൻ്റെ മുഖത്ത് നോക്കൂ. എൻ്റെ മുഖത്ത് പ്രകാശം നിങ്ങൾ കാണുന്നുണ്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. നോക്ക്. നല്ല രസമുണ്ടല്ലേ? നമ്മളിതാ ഹാഫ് ഡേ ഡണ്ണാണ്. ഓ, എന്തൊരു എളുപ്പം. ഓക്കെ ഗൈസ്, നമ്മൾ സ്റ്റിക്കർ എല്ലാം സെറ്റ് ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങുക. അവിടെ വെക്കാൻ ടാങ്കിലാ വെക്കുന്നത്. പിന്നെ അത് പിന്നെ അവിടെ വെക്കാൻ പറ്റും. നൂറ്റാണ്ടുകളുടെ സേവനത്തിന് ശേഷം എനിക്ക് കിട്ടിയ കൊട്ട് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല.
ഇതെന്താ സൂചേട്ടാ നാട്ടുകാരൊക്കെ ഇങ്ങനെ നോക്കുന്നേ? ഇനി മുതൽ സുഖു നാട്ടുകാരും ഭ്രാന്തരാടാ. ത്രികോണ മധ്യേ മൂലബിന്ദു കുടുങ്ങി ഭുജ ഭുജ ത്രിഭുജ ചതുർഭുജ വടിവിൽ തെറ്റി 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 ലഘുതമ സാധാരണ ഗുണിതം ഉത്തമ സാധാരണ ഘടകം വിപരീത സംക്രിയാക്രമം ഒടുവിൽ ഹരണഭരം തെറ്റി. റൈനോക്സ് ടാങ്ക് ബാഗ് മേടിക്കാൻ നമ്മൾ വന്നു. അതാണ് This one won't fit, I think. So this one is designed for 450. That Himalaya. Yeah, for Himalaya. If you want, you can try it this one also once. ഇത് മാഗ്നറ്റ് അല്ലേ? Yeah, those are magnets. ഓക്കെ. ഓ ഇതിനകത്ത് ഇങ്ങനെയാണല്ലേ? Waterproof bag. Yeah, rain cover. On the top of it. വാട്ടർ പ്രൂഫ് അല്ല, റെയിൻ കവർ ആണോ? Cover waterproof. ഓക്കെ സെറ്റല്ലേ?